പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് അടുത്തതായി പഠിക്കാനുള്ള ഒരു പ്രധാന ഭാഗമാണ് ടെസ്റ്റ് ക്രോസ് ആൻഡ് ബാക്ക് ക്രോസ്. ഇപ്പോൾ ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ക്രോസ് ഈസ് എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ് ക്രോസസ് വിത്ത് റിസസീവ് പേരൻറ്റ്. എന്താണ് ടെസ്റ്റ് ക്രോസ് ഈസ് എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ് ക്രോസസ് വിത്ത് റിസസീവ് പേരൻറ്റ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഫൈൻഡ് ഔട്ട് അൺനോൺ ജീനോടൈപ്പ്. അപ്പോൾ നിങ്ങൾ മെൻഡലിൻ്റെ എക്സ്പെരിമെൻ്റ് ആദ്യം നമ്മൾ പഠിച്ചതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഒരു ഹോമോസൈഗസ് ഡോമിനൻറ്റ് ടാൾ പ്ലാന്റും ഹോമോസൈഗസ് റിസസീവ് ഡോർഫ് പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്തു. ഫസ്റ്റ് ഫിലിയൽ ജനറേഷനിൽ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? അപ്പോൾ എല്ലാ പ്ലാന്റ്സും എന്തായിരുന്നു? ടോളായിരുന്നു. അപ്പോൾ നമ്മൾ ജീനോടൈപ്പ് അവിടെ എഴുതി വച്ചിട്ടുണ്ട് ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് അറിയത്തില്ല. അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഏതാണ് ഈ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോഴത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് എന്താണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്? ടെസ്റ്റ് ക്രോസ് ഈസ് എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ് ക്രോസസ് വിത്ത് റിസസീവ് പേരൻറ്റ് എന്നതാണ് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എങ്ങനെ നടത്താം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഡയഗ്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴവിടെ F1 ഹൈബ്രിഡ് ആണ് നമ്മൾ ആദ്യം കാണിച്ചിരിക്കുക. F1 ഹൈബ്രിഡിനെ ഏതുമായിട്ട് ക്രോസ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്? അതിൻ്റെ റിസസീവ് പേരൻറ്റുമായിട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൈബ്രിഡ് മീൻസ് ഓസ്പ്രിങ്സ് ഓഫ് ടു പ്ലാന്റ്സ് ആണ്. അപ്പോഴാ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്നുള്ള ഹൈബ്രിഡ് കിട്ടിയത് എവിടെ നിന്നാണ്? ഒരു പൊക്കം കൂടിയ ചെടിയും പൊക്കം കുറഞ്ഞ ചെടിയും, അതായത് ടോളും ഡോർഫും തമ്മിൽ ക്രോസ് ചെയ്തത്. അതുകൊണ്ടാണ് ഓസ്പ്രിങ്സ് ഓഫ് ടു പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുണ്ടായ സന്തതിയാണ് പൊക്കം കൂടിയ പ്ലാന്റിനും പൊക്കം കുറഞ്ഞ പ്ലാന്റിനും ഉണ്ടായ സന്തതി ആയതുകൊണ്ടാണ് അതിനെ ഹൈബ്രിഡ് എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിൻ്റെ പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണ്. F1 ഹൈബ്രിഡാണ് നമ്മളാ കാണിച്ചിരിക്കുന്നത്, ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്നുള്ള കൊടുത്തിരിക്കുന്ന ഹൈബ്രിഡ്. അതിൻ്റെ റിസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. സ്മാൾ ടി എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാമേറ്റ്സിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു പ്ലാന്റിൽ നിന്ന് ആദ്യത്തെ പ്ലാന്റിലെ ഗ്യാമേറ്റാണ് ക്യാപിറ്റൽ ടി സ്മാൾ ടി. രണ്ടാമത്തെ പ്ലാന്റിന് ഒരു ടൈപ്പ് ഗ്യാമേറ്റേ ഉള്ളൂ റിസസീവ് പേരൻറ്റിന്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ടൈപ്പ് പ്ലാന്റിനെ നമുക്കവിടെ കാണാൻ കഴിയും. ഏതൊക്കെയാണ്? ഒന്ന് ടോളാണ്, മറ്റൊന്ന് ഡോർഫാണ്. നമുക്ക് ഒന്നുകൂടെ വ്യക്തമായി ഈ പന്നറ്റ് സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ വരച്ച് ഗ്യാമേറ്റ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ വ്യക്തമാകും. ഗ്യാമേറ്റ്സിനെ പന്നറ്റ് സ്ക്വയറിൻ്റെ സൈഡിന് കാണിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ ടി സ്മാൾ ടി കാണിച്ചിട്ടുണ്ട്. റിസസീവ് പേരൻറ്റിൻ്റെ ഗ്യാമേറ്റ് സ്മാൾ ടി ഒരു സൈഡിനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടോൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി കിട്ടുന്നുണ്ട്, മറ്റൊന്ന് സ്മാൾ ടി ഒരു ഡോർഫ് പ്ലാന്റിനെയുമാണ് ലഭിക്കുന്നത്. അത് ക്രോസ് ചെയ്യുന്നത് കാണാൻ കഴിയും. അപ്പോൾ അവിടുത്തെ റേഷ്യോ ഒന്ന് നോക്കിക്കേ. ഫീനോറ്റിപ്പിക് റേഷ്യോ നമ്മൾ കണ്ടതാണ് നേരത്തെ. ഒരാൾ പൊക്ക കൂടുതലും ഒരാൾ പൊക്ക കുറവുമായിരുന്നു. അതാണ് 1:1 റേഷ്യോ. ജീനോറ്റിപ്പിക് റേഷ്യോ നോക്കിക്കഴിഞ്ഞാലും ഒരാൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി ആണ്, ഒരാൾ സ്മാൾ ടി അത് 1:1. ഇപ്പോൾ മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:1 ആണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് ഒരു ടെസ്റ്റ് ക്രോസ് നടത്താൻ കഴിയും. അപ്പോഴെന്താണ്, എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും നമുക്ക് ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? A test cross is a genetic cross in which F1 hybrid crosses with recessive parent. അതിനെയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ
ടാൾ പ്ലാന്റ് ഹൈബ്രിഡ് ആയിട്ടുള്ള F1 ഹൈബ്രിഡ് ആ പ്ലാന്റും റിസസീവ് വേരൻറ്റുമായിട്ട് നമുക്ക് ക്രോസ് ചെയ്തപ്പോഴത്തേക്കും ഒരു ടാളും ഡാർഫും പ്ലാന്റുകൾ 1:1 റേഷ്യോയിലാണ് നമുക്കിവിടെ ലഭിച്ചത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഫൈൻഡ് ഔട്ട് അൺനോൺ ജീനോടൈപ്പ്. നമുക്ക് ജീനോടൈപ്പ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ടെസ്റ്റ് ക്രോസ് നടത്തി നോക്കുന്നത്. ടെസ്റ്റ് ക്രോസിന് മറ്റൊരു എക്സാമ്പിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു വയലറ്റ് ഫ്ലവർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഫ്ലവറിൻ്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഫ്ലവറിൽ വയലറ്റ് കളർ എന്ന് പറയുന്നത് ഡോമിനൻ്റ് ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡോമിനൻറ്റും റിസസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്യാരക്ടറാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡോമിനൻ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ക്യാരക്ടറിൻ്റെ സാന്നിധ്യത്തിൽ ഒളിച്ചിരിക്കപ്പെടുന്ന ക്യാരക്ടറാണ് ഏതാ റിസസീവ്. അപ്പോൾ ഇവിടെ വയലറ്റ് കളർ എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആണ്, വൈറ്റ് എന്ന് പറയുന്നത് റിസസീവ് ക്യാരക്ടറുമാണ്. ഇവിടെ നമുക്ക് അറിയേണ്ടത് ആ വയലറ്റ് ഫ്ലവറിൻ്റെ ജീനോടൈപ്പാണ്. അതായത് ആ വയലറ്റ് ഫ്ലവർ ക്യാപിറ്റൽ W ആയാലും ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷൻ ആയാലും വയലറ്റ് ഫ്ലവർ ആയിരിക്കും. അതുപോലെ തന്നെ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ, അതായത് ക്യാപിറ്റൽ W സ്മാൾ w എന്ന ഹെറ്ററോസൈഗസ് കണ്ടീഷനാണെങ്കിലും എന്തായിരിക്കും, വയലറ്റ് ഫ്ലവർ ആയിരിക്കും. ഒന്നുകൂടെ നമുക്ക് പറയാം, ഈ ഫ്ലവർ ഹോമോസൈഗസ് ഡോമിനൻ്റ് ക്യാപിറ്റൽ W ആയാലും ഹെറ്ററോസൈഗസ് അതായത് ക്യാപിറ്റൽ W സ്മാൾ w സ്റ്റേജിലാണെങ്കിലും കളർ എന്ത് തന്നെയായിരിക്കും, വയലറ്റ് ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്കറിയേണ്ടതായിട്ടുണ്ട്, നമുക്ക് കിട്ടിയ ഫ്ലവറിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ W അതായത് ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണോ അതോ ഹെറ്ററോസൈഗസ് അതായത് ക്യാപിറ്റൽ W സ്മാൾ w ആണോ എന്ന്. അത് കണ്ടുപിടിക്കാൻ ഉള്ള മാർഗമാണ് പറയാൻ പോകുന്നത്. ഇവിടെയും എന്താണ് ചെയ്യേണ്ടത്, ടെസ്റ്റ് ക്രോസിൽ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ് ക്രോസസ് വിത്ത് റിസസീവ് പേരൻറ്റ്. ആ F1 ഹൈബ്രിഡിനെ നമ്മൾ ഏതുമായിട്ട് ക്രോസ് ചെയ്യണം, അതിൻ്റെ റിസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോഴത് ഹെറ്ററോസൈഗസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാമേറ്റ്സ് എങ്ങനെയായിരിക്കും, ക്യാപിറ്റൽ W സ്മാൾ w. ഹോമോസൈഗസ് ആയിട്ടുള്ള അതിൻ്റെ റിസസീവ് പേരൻറ്റിൻ്റെ ഗ്യാമേറ്റ്സോ സ്മാൾ w. അപ്പോൾ പന്നറ്റ് സ്ക്വയർ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഒരു സൈഡിന് റിസസീവ് പേരൻറ്റിൻ്റെ ഗ്യാമേറ്റ്സിനെ കാണിച്ചിട്ടുണ്ട് സ്മാൾ w. മറ്റൊരു സൈഡിന് ക്യാപിറ്റൽ W സ്മാൾ w ഹെറ്ററോസൈഗസ് സ്റ്റേജ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാമേറ്റും കാണിച്ചിട്ടുണ്ട്. ക്രോസ് ചെയ്യുകയാണ്. നമുക്കവിടെ കിട്ടുന്ന ഫ്ലവേഴ്സ് നോക്കിക്കുകയും അപ്പോൾ ക്യാപിറ്റൽ W സ്മാൾ w രണ്ട് പേരുണ്ട്. പിന്നീട് സ്മാൾ w റിസസീവ് സ്റ്റേജിലുള്ള 50% നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഹിയർ ദ ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ ഈസ് ഹെറ്ററോസൈഗസ്. ഫോർ ദി ക്യാരക്ടർ വി ഗെറ്റ് ഹാഫ് വയലറ്റ് ആൻഡ് ഹാഫ് വൈറ്റ് ഇൻ ടെസ്റ്റ് ക്രോസ് വിത്ത് 1:1 റേഷ്യോയിലാണ് കിട്ടുന്നത്. ഇവിടെ 50% ആൾക്കാർ വയലറ്റ് ഫ്ലവർ ഉള്ളവരായിരിക്കും, 50% വൈറ്റ് ഫ്ലവറും ആ രീതിയിൽ കിട്ടും. എങ്ങനെ, ആ കിട്ടിയ ഫ്ലവറിൻ്റെ ജീനോടൈപ്പ്, നമ്മൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്ന ഫ്ലവറിൻ്റെ ആ പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് ഹെറ്ററോസൈഗസ് അതായത് ക്യാപിറ്റൽ W സ്മാൾ w സ്റ്റേജ് ആണ് എങ്കിൽ അതിനെ റിസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കും, കിട്ടുന്ന പ്രോജനി ഓഫ്സ്പ്രിങ്സ് 1:1 റേഷ്യോ, അതായത് 50% വയലറ്റ് ഫ്ലവർ ഉള്ളവരും 50% വൈറ്റ് ഫ്ലവർ ഉള്ളവരും ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് ആർ വയലറ്റ് ആൻഡ് ഹാഫ് ഓഫ് ദി ഫ്ലവേഴ്സ് ആർ വൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അൺനോൺ ഫ്ലവർ ഈസ് ഹെറ്ററോസൈഗസ്. ഇങ്ങനെയാണ് റിസൾട്ട് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആൻസർ പറയാൻ കഴിയും ആ ഫ്ലവർ അല്ലെങ്കിൽ ആ പ്ലാന്റ്
എങ്ങനെയുള്ളതായിരിക്കും? ഹെറ്ററോസൈഗസ് കണ്ടീഷനിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാ രീതിയിൽ നമുക്ക് ആ ജീനോടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് നമ്മൾ ടെസ്റ്റ് ക്രോസിൽ ടു ഫൈൻഡ് ഔട്ട് അൺനോൺ ജീനോടൈപ്പ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കും. ഇനി ഒരു പക്ഷേ ആ ഫ്ലവറിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ഡബ്ല്യു എന്നാണ് ഇരിക്കട്ടെ, അതായത് ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ക്രോസ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഒരു സൈഡിന് വൈറ്റ് ഫ്ലവറിൻ്റേതായിട്ടുള്ള ഗ്യാമേറ്റാണ് സ്മാൾ ഡബ്ല്യു നമുക്ക് കാണാൻ കഴിയും. ഇപ്പുറത്ത് അതിൻ്റെ ഗ്യാമേറ്റ് ക്യാപിറ്റൽ ഡബ്ല്യു കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ കിട്ടുന്നു നോക്കി, ഓൾ ഫ്ലവേഴ്സ് ആർ വയലറ്റ്. കിട്ടുന്ന ഫ്ലവേഴ്സ് എല്ലാം വയലറ്റ് ആയിരുന്നു. പക്ഷേ നേരത്തെ നമ്മൾ ഹെറ്ററോസൈഗസ് ആണെന്നുണ്ടെങ്കിൽ കിട്ടിയത് എങ്ങനെയായിരുന്നു? 50% വൈറ്റും 50% വയലറ്റുമായിരുന്നു. 1:1 റേഷ്യോയിൽ കിട്ടി. പക്ഷേ ഇവിടെ ഓൾ ഫ്ലവേഴ്സ് ആർ വയലറ്റ്. ഇപ്പം ഈ കിട്ടിയ ഫ്ലവർ, നമ്മൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്ന ഫ്ലവർ പ്ലാന്റ് ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനാണെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന പ്ലാന്റിലെ ഫ്ലവേഴ്സ് എല്ലാം തന്നെ എങ്ങനെയായിരിക്കും? വയലറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും. ഹിയർ ദ ഡോമിനന്റ് ഇൻഡിവിജ്വൽ ഈസ് ഹോമോസൈഗസ്, ദറ്റ് മീൻസ് ക്യാപിറ്റൽ ഡബ്ല്യു for the character, and we get all violet flowers in test cross. Per result, all flowers are violet. But unknown flower is homozygous dominant എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ അല്ലേ? അതായത് നമ്മൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്ന ഫ്ലവർ ക്യാപിറ്റൽ ഡബ്ല്യു ആണോ അതോ ക്യാപിറ്റൽ ഡബ്ല്യു സ്മാൾ ഡബ്ല്യു, അതായത് ഹെറ്ററോസൈഗസ് സ്റ്റേജ് ആണോ അതോ ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴെന്താണ് ടെസ്റ്റ് ക്രോസ് എന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാം. ടെസ്റ്റ് ക്രോസ് ഈസ് എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ്. അപ്പോൾ ആ F1 ഹൈബ്രിഡ് ആണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്ന ഫ്ലവർ. F1 ഹൈബ്രിഡ് ഈസ് ക്രോസ്ഡ് വിത്ത് റിസസീവ് പേരൻറ്റ്. ഇവിടുത്തെ റിസസീവ് പേരൻ്റ് ആരായിരുന്നു? വൈറ്റ് ഫ്ലവറുള്ള പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് ക്രോസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്താണെന്ന് ക്ലിയറായി. അതുപോലെ എന്തിനു വേണ്ടിയാണ് ടെസ്റ്റ് ക്രോസ് നടത്തുന്നതെന്ന് മനസ്സിലായി. എന്തിനു വേണ്ടിയാണ്? ടു ഫൈൻഡ് ഔട്ട് ദി അൺനോൺ ജീനോടൈപ്പ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടെസ്റ്റ് ക്രോസ് ചെയ്ത് നോക്കുന്നത്. അപ്പോഴിത് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ പന്നറ്റ് സ്ക്വയറും ഒക്കെ വരച്ച് ടെസ്റ്റ് ക്രോസ് റേഷ്യോയും ഒക്കെ എഴുതാൻ പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ഇത് പഠിക്കും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ബാക്ക് ക്രോസ് ആണ്. ഇപ്പോൾ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ബാക്ക് ക്രോസ് എന്താണെന്ന്. ബാക്ക് ക്രോസ് ഈസ് എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ് ഈസ് ക്രോസ്ഡ് വിത്ത് എനി വൺ ഓഫ് ഇറ്റ്സ് പേരൻറ്റ്. പക്ഷേ നമ്മൾ നേരത്തെ ടെസ്റ്റ് ക്രോസ് പറഞ്ഞപ്പോഴത്തേക്കും ടെസ്റ്റ് ക്രോസ് ഈസ് എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ് ഏതുമായിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്ത്? വിത്ത് റിസസീവ് പേരൻറ്റുമായിട്ടേ ക്രോസ് ചെയ്തുള്ളൂ. പക്ഷേ ഈ പറയുന്ന ബാക്ക് ക്രോസിൽ എങ്ങനെയായിരുന്നു? എനി വൺ ഓഫ് ദി പേരൻറ്റ്, ഏത് പേരൻറ്റുമായിട്ട് വേണമെങ്കിലും ക്രോസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഏതാ ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ക്രോസിൽ റിസസീവ് പേരൻറ്റുമായിട്ടായിരുന്നുവെങ്കിൽ ബാക്ക് ക്രോസ് എങ്ങനെയാണ്? ബാക്ക് ക്രോസ് ഈസ് എ ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് F1 ഹൈബ്രിഡ് ഈസ് ക്രോസ്ഡ് വിത്ത് എനി വൺ ഓഫ് ഇറ്റ്സ് പേരൻറ്റ്. അത് നമുക്ക് ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹോമോസൈഗസ് ടാൾ പ്ലാന്റ് ക്യാപിറ്റൽ ടി കൊടുത്തിട്ടുണ്ട്. അതും ഹോമോസൈഗസ് ഡോർഫ് പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്യാമേറ്റ് നമുക്ക് കാണാം. F1 ഹൈബ്രിഡിനെയും കാണാം, ഹെറ്ററോസൈഗസ് ടാൾ പ്ലാന്റ്. അപ്പോൾ ആ F1 ഹൈബ്രിഡിനെ ആ ഹോമോസൈഗസ് ടാൾ പ്ലാന്റുമായിട്ട് വേണമെങ്കിലും ക്രോസ് ചെയ്യാം, ഹോമോസൈഗസ് ഡോർഫ് പ്ലാന്റുമായിട്ട് വേണമെങ്കിലും ക്രോസ് ചെയ്യാം. ആ ക്രോസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. എനി വൺ ഓഫ് ഇറ്റ്സ് പേരൻറ്റ്. അപ്പോൾ F1ൻ്റെ ഏത് പേരൻറ്റുമായിട്ട് വേണമെങ്കിലും ക്രോസ് ചെയ്യുന്നതിന് നമുക്ക് ബാക്ക് ക്രോസ് എന്ന് പറയാം. പക്ഷേ ടെസ്റ്റ് ക്രോസിൽ എങ്ങനെയായിരുന്നു? F1 ഹൈബ്രിഡിനെ അതിൻ്റെ റിസസീവ് പേരൻറ്റുമായിട്ട് മാത്രമേ ക്രോസ് ചെയ്തുള്ളൂ. അതുപോലെ തന്നെ ഓൾ ടെസ്റ്റ് ക്രോസസ് ആർ ബാക്ക് ക്രോസസ്. എല്ലാ ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസസ് ആണ്.
അതുപോലെ തന്നെ ബട്ട് ഓൾ ബാക്ക് ക്രോസസ് ആർ നോട്ട് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ എല്ലാ ബാക്ക് ക്രോസും എന്ത് അല്ല, ടെസ്റ്റ് ക്രോസ് ആണെന്ന് നമുക്ക് പറയാനും കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഓൾ ടെസ്റ്റ് ക്രോസസ് ആർ ബാക്ക് ക്രോസ്, എല്ലാ ടെസ്റ്റ് ക്രോസും എന്ത് നമുക്ക് പറയാം, ബാക്ക് ക്രോസ് ആണ്. കാരണം ബാക്ക് ക്രോസിൽ എനി വൺ ഓഫ് ദി പേരൻ്റ് ആണ്, കാരണം റിസസീവ് പേരൻറ്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. ബട്ട് ഓൾ ബാക്ക് ക്രോസ് ആർ നോട്ട് ടെസ്റ്റ് ക്രോസ്, എല്ലാ ബാക്ക് ക്രോസിനെയും നമുക്ക് ടെസ്റ്റ് ക്രോസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ബാക്ക് ക്രോസിൽ ഏത് പേരൻറ്റുമായിട്ടും ക്രോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ടെസ്റ്റ് ക്രോസിലോ റിസസീവ് പേരൻറ്റുമായിട്ട് മാത്രമേ ക്രോസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.